ഭാരതാംബ അല്ലെങ്കിൽ ഭാരത മാതാവ് എന്നത് ഭാരതം എന്ന രാഷ്ട്രത്തെ ഒരു വ്യക്തിരൂപമായി സങ്കല്പിക്കുകയും അതിനെ ഒരു അമ്മയായി ആരാധിക്കുകയും ചെയ്യുന്ന ഒരു ആശയമാണ്. കുങ്കുമ നിറത്തിലോ ഓറഞ്ച് നിറത്തിലോ ഉള്ള സാരി ധരിച്ച് ഇന്ത്യയുടെ ദേശീയ പതാക ഏന്തിയ ഒരു സ്ത്രീ രൂപമാണ് സാധാരണയായി ഭാരതാംബയുടെ ചിത്രീകരണങ്ങളിൽ കാണാറുള്ളത്. ചിലപ്പോൾ സിംഹത്തിന് മുകളിൽ ഇരിക്കുന്ന സ്ത്രീ രൂപമായും ഭാരതാംബയെ സങ്കല്പിക്കാറുണ്ട്. ഇന്ത്യൻ ദേശീയതയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും ആഴത്തിലുള്ള ഒരു പ്രതീകമായി ഇത് നിലകൊള്ളുന്നു. പൗരാണിക ഹൈന്ദവ ശ്ലോകങ്ങളിൽ ഭാരതാംബയെ ഒരു ദേവിയായി സങ്കല്പിച്ച് ആരാധിച്ചിരുന്നതായി ചിലർ വിശ്വസിക്കുന്നുണ്ട്. ആരാധന രത്നാകരാം ദൗതപദാം ഹിമാലയ കിരീടിനി ബ്രഹ്മരാജർ ഷിരത് നാട്യം വന്ദേ ഭാരതമാതരം എന്ന ശ്ലോകം ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായാണ് ഭാരതമാതാവ് എന്ന ആശയം ഒരു ദേശീയ പ്രതീകമായി ശക്തമായി ഉയർന്നു വരുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇതൊരു പ്രധാന പ്രചോദന സ്രോതസ്സായി മാറി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം എന്ന ഗാനം ഭാരതാംബ എന്ന സങ്കല്പത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഈ ഗാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനങ്ങളിൽ ദേശഭക്തി ഉണർത്തുകയും ഭാരതത്തെ ഒരു ജീവനുള്ള ദേവതയായി കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അബിന്ദ്രനാഥ ടാഗോർ 1905 വരച്ച ഭാരത് മാത എന്ന ചിത്രം ഈ സങ്കല്പത്തിന് ഒരു ദൃശ്യരൂപം നൽകി. ഈ ചിത്രത്തിൽ കാവി വസ്ത്രം ധരിച്ച് ഒരു കൈയിൽ പുസ്തകവും മറ്റേ കൈകളിൽ നെൽക്കതിരുകളും ജപമാലയും വെള്ള വസ്ത്രവും ഏന്തി നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇത് അറിവ്, അന്നം, ഭക്തി, വസ്ത്രം എന്നിവ നൽകുന്ന ഒരു അമ്മയുടെ പ്രതിരൂപമായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇത് ഇന്ത്യൻ ദേശീയവാദികൾക്കിടയിൽ വളരെയധികം പ്രചാരം നേടി. മഹർഷി അരവിന്ദന്റെ ദേശീയത എന്ന ആശയം ഭാരതമാതാവ് എന്ന സങ്കല്പത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന് ഭവാനി സങ്കല്പം അനന്തമായ ഊർജമായിരുന്നു. ഭാരതം എന്ന ഭൂപ്രദേശം അവിടുത്തെ ഏതൊരാളുടെയും കാഴ്ചപ്പാടിലും പ്രവർത്തനത്തിലും നിർലോഭമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ഊർജധാരയാണ്. സ്നേഹമയി, ജ്ഞാനമയി, ത്യാഗമയി, ദയാമയി തുടങ്ങിയ വിവിധ ഭാവങ്ങളിൽ ഭവാനിയെ ശ്രീ അരവിന്ദൻ വരച്ചു കാട്ടുന്നുണ്ട്. ഓരോ ഭാരതീയനും അവൾ അമ്മയാണ്, സ്വന്തം മാതാവിന്റെ പ്രതിരൂപമാണ്, എല്ലാം തരുന്നവളാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. സ്വാതന്ത്ര്യത്തിന്റെ തീച്ചൂളയിൽ നിന്ന് ഭാരതീയരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നമ്മുടെ അമ്മ ശക്തി സ്വരൂപിണിയായി അവതരിച്ച് പവിത്രമായ ശക്തി ദേവിയായി നിലകൊള്ളുന്നു എന്ന് ശ്രീ അരവിന്ദൻ ഉദ്ഘോഷിച്ചു. സ്വാമി വിവേകാനന്ദനും സിസ്റ്റർ നിവേദിതയും എല്ലാം ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ ആത്മീയവും ദേശീയവുമായ ഉണർവിനായി ഉപയോഗിച്ചു. മണ്ണ്, മാതൃഭാഷ, മാതൃഭൂമി എന്നിവയെ ആസ്പദമാക്കി വള്ളത്തോൾ രചിച്ച കവിതകൾ മലയാളിയെ ദേശബോധത്തിലേക്ക് ഉയർത്തി. അഹിംസയുടെ മാർഗം സ്വീകരിച്ച് സ്വാതന്ത്ര്യം നേടിയ ഭാരതത്തെ മധുര സ്നേഹ പയസ്സു തുളുമ്പുന്ന തുടിക്കുന്ന മാറോടെ തടവറയിൽ നിന്നും ഉണർന്നെണീറ്റവളാണ് ഭാരതാംബ എന്ന് ഇടശ്ശേരി ഗോവിന്ദൻ നായർ വിശേഷിപ്പിച്ചു. ഭാരതാംബ എന്ന സങ്കല്പത്തിന് ആരാധനാപരമായ പ്രാധാന്യം നൽകിക്കൊണ്ട് ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. 1936 ബനാറസിൽ ശിവപ്രസാദ് ഗുപ്ത് ഭാരതമാതാവിനായി ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയും മഹാത്മാഗാന്ധി അത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. കന്യാകുമാരിയിലും യാനമിലും എല്ലാം ഭാരതാംബയുടെ പ്രതിമകളും ക്ഷേത്രങ്ങളുമുണ്ട്. ഇന്നും ഭാരതാംബ എന്ന സങ്കല്പം ഇന്ത്യൻ ദേശീയതയുടെയും സാംസ്കാരിക ഐക്യത്തിന്റെയും ഒരു പ്രധാന ഭാഗമാണ്. വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഈ പ്രതീകത്തെ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ചിലർ ഇതിനെ ഹൈന്ദവ ദേശീയതയുടെ അടയാളമായി കാണുമ്പോൾ മറ്റു ചിലർ ഇതിനെ ഇന്ത്യയുടെ ബഹുസ്വരത്തെയും വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മാതൃസങ്കല്പമായി കണക്കാക്കുന്നു. എങ്കിലും ഭാരതാംബയുടെ ചിത്രം ചില സമയങ്ങളിൽ വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അടുത്തിടെ കേരളത്തിൽ ഒരു പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന ആവശ്യം ഉയർന്നു വരികയും ഇതൊരു വിഭാഗം ആളുകൾക്ക് സ്വീകാര്യമല്ലാത്തതിനാൽ പരിപാടി റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇത്തരം സംഭവങ്ങൾ ഭാരതാംബ എന്ന സങ്കല്പത്തിന്മേൽ നിലനിൽക്കുന്ന വ്യത്യസ്ത വ്യാഖ്യാനങ്ങളെയും രാഷ്ട്രീയ നിലപാടുകളെയും ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഭാരതാംബ എന്നത് ഇന്ത്യയുടെ മണ്ണിനെയും ജനങ്ങളെയും സംസ്കാരത്തെയും ഒരു അമ്മയുടെ രൂപത്തിൽ കാണുന്ന ദേശഭക്തിയും ദേശീയ ഐക്യവും വളർത്തുന്ന ഒരു സങ്കല്പമാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇതൊരു പ്രധാന പ്രചോദനമായി വർദ്ധിക്കുകയും ഇന്നും ഇന്ത്യൻ ദേശീയ ബോധത്തിൽ ഇതിന് ഗണ്യമായ സ്ഥാനമുണ്ടായിരിക്കുകയും ചെയ്യുന്നു. RSS അവരുടെ ദൈനംദിന പ്രാർത്ഥനകളിലും പ്രതിജ്ഞകളിലും ഭാരതാംബയെ ഉൾപ്പെടുത്തുന്നു. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം RSS പരിപാടികളിലും പൊതുസമ്മേളനങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇത് കേവലം ഒരു മുദ്രാവാക്യമായിട്ടല്ല, മറിച്ച് ഭാരതത്തോടുള്ള ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും പ്രതീകമായിട്ടാണ് അവർ കാണുന്നത്.
ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം, അബിന്ദ്രനാഥ ടാഗോറിന്റെ ഭാരത് മാത എന്ന ചിത്രം എന്നിവയിലൂടെയാണ് ഭാരതാംബ എന്ന ആശയം ഒരു ദേശീയ പ്രതീകമായി ഉയർന്നു വന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ ജനങ്ങളെ പ്രചോദിപ്പിച്ചു. RSS ഈ സങ്കല്പത്തെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു ഭാഗമായി മാറ്റുകയും അതിനൊരു ഹൈന്ദവ ദേവതാ സങ്കല്പം നൽകുകയും ചെയ്തു. RSSന്റെ സ്ഥാപകനായ KB ഹെഡ്ഗേവാറും അദ്ദേഹത്തിന് ശേഷം സർസംഘചാലകനായ MS ഗോൾവാൾക്കറും ഭാരതാംബ എന്ന ആശയത്തിന് വലിയ പ്രാധാന്യം നൽകി. ഗോൾവാൾക്കറുടെ വിചാരധാര പോലുള്ള കൃതികളിൽ ഭാരതമാതാവ് എന്ന സങ്കല്പം ഒരു ഹിന്ദു രാഷ്ട്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായി അവതരിപ്പിക്കപ്പെടുന്നു. ഭാരതാംബ എന്ന സങ്കല്പത്തെ RSS ഹൈന്ദവവൽക്കരിക്കുന്നതിനെതിരായും അത് മറ്റ് മതവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എന്നതിനെതിരായും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇന്ത്യ ഒരു മതേതരമായ രാജ്യമായിരിക്കെ ഒരു പ്രത്യേക മതപരമായ ചിഹ്നത്തെ ദേശീയതയുടെ പ്രതീകമായി ഉയർത്തിക്കാട്ടുന്നത് മതേതരത്വത്തിന് വിരുദ്ധമാണെന്ന് ചിലർ വാദിക്കുന്നു.